മഴയത്തു മുൻപേ പരമ്പരയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് ഇന്നു മുതൽ ഒരു പുതിയ പരമ്പര തുടങ്ങിയിരിക്കുകയാണ്, മഴയത്തു മുൻപേ എന്നാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ ഒരു കഥ വഴിത്തിരിവിലൂടെയാണ് ഈ ഒരു കഥ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ അലീന ഒരു അനാഥ പെൺകുട്ടിയാണ്. അപ്പോൾ അലീനയെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഒരു തൻ്റെ അമ്മയെയും അച്ഛനെയും കണ്ടുപിടിച്ച് ആ അമ്മയ്ക്കും അച്ഛനും ഒപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പെൺകുട്ടി കുടുംബത്തിന്റെ അവഗണനയുടെ വേദനകൾക്കിടയിലും കരുണയോടും പ്രതിരോധ ശേഷിയോടും കൂടി ജീവിതം നയിക്കുന്ന യുവതിയായ അലീനയുടെ ജീവിത സ്പർശിയായ കഥയാണ് ഈ മഴ തോരും മുൻപേ എന്ന് പറയുന്ന പരമ്പരയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിട്ടും അലീന ഒരു അനാഥയായിട്ടാണ് വളരുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് തൻ്റെ മാതാപിതാക്കളെ വീണ്ടും കണ്ടെത്താനും യഥാർത്ഥ സന്തോഷം നേടാനും കഴിയുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി അലീന എല്ലാവരുടെയും മുന്നിൽ എത്താൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇതിൽ ഒരുപാട് പുതിയ കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ പല സീരിയലുകളിലും മുമ്പും ഏഷ്യാനെറ്റിലാണെങ്കിലും ഒരുപാട് സീരിയലുകളിൽ നമ്മൾ കണ്ട് ആസ്വദിച്ച ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു പരമ്പരയിലുമുണ്ട്. ശോഭാ മോഹൻ, നികിത രാജേഷാണ് അലീന എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ വൈഷ്ണവി സായികുമാർ, കിഷോർ, ജയകൃഷ്ണൻ, പിന്നെ MR ഗോപകുമാർ, രാഹുൽ സുരേഷ്, ബാദുഷ, നിത പ്രോമി, സാജു കൊടിയൻ, മനീഷ തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു പരമ്പരയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കഥ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇതിൽ നികിത രാജേഷാണ് അലീന എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത്. മനു ശങ്കർ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത് രാഹുൽ സുരേഷാണ്. പിന്നെ വൈജയന്തി ആയിട്ട് എത്തുന്നത് വൈഷ്ണവി സായികുമാർ ആണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളോടുകൂടി നല്ലൊരു കഥ തന്നെയാണ് ഏഷ്യാനെറ്റ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇതിൽ ഒരു സ്നേഹനികേതനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ചുറ്റുപറ്റിയും അവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന അലീനയുടെ കഥയുമായിട്ട് ഇന്ന് മുതൽ നമ്മൾ മെട്രോ സ്റ്റാറിൽ ഞാനും എത്തുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക, അലീനയുടെ ജീവിതം എങ്ങനെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അലീന നേരിടുന്നത്, പുതിയ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് മുതൽ അലീനയുടെ കഥ തുടങ്ങുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ആംബുലൻസും പിന്നെ ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും ഓടിയെത്തുന്ന കാഴ്ചയാണ് പരമ്പരയിൽ നമ്മൾ കണ്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഭയങ്കര ഇങ്ങനെ പെട്ടെന്ന് ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാവരും ഓടി വരുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടലോടുകൂടി ഇങ്ങനെ എണീറ്റ് ഒരു കന്യാസ്ത്രീ ചുറ്റും നോക്കുവാണ്. അപ്പോൾ ഇത് താൻ എവിടെയാണ് എന്ന് ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ താൻ എങ്ങനെ ഈ വലിയൊരു ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടി? ഞാൻ സാധാരണ ആരോഗ്യ സെന്ററിലല്ലേ പോകാറുള്ളൂ, ഒരു ചെറിയ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലല്ലേ പോകാറുള്ളൂ. ഞാൻ എങ്ങനെ ഈ ഒരു ഹോസ്പിറ്റൽ ഇത്രയും വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടു എന്ന് തനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒന്നും അറിയാതെ ആ കന്യാസ്ത്രീ അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വീണ്ടും ആ ബെഡിൽ കണ്ണടച്ച് കിടക്കുവാണ്. ആ സമയത്താണ് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആ അമ്മ ഓർക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വെച്ചാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ. ഒരു സ്നേഹനികേതനം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുവരുന്ന അമ്മയാണ് ഈ കന്യാസ്ത്രീ അമ്മ. ഈ അമ്മയുടെ പേര് ബ്രിജിത്താമ്മ എന്നാണ്. അപ്പോൾ ബ്രിജിത്താമ്മയാണ് ആ ഒരു അനാഥാലയം, അതായത് ജീവകാരുണ്യ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുവരുന്നത്. 25 വർഷങ്ങളായിട്ടും ആ അമ്മ ആ ഒരു പ്രസ്ഥാനം അതിഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടുവരുവാണ്. 36ഓളം പേര് ആ ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഒരുപാട് അനാഥരായിട്ടുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ അമ്മമാര് അച്ഛന്മാർ വരെ ആ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിൽ
ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ഒരു ജൂബിലി 25 വർഷങ്ങൾ പിന്നിട്ട് ആ ഒരു ആഘോഷം അവർ നടത്തുവാണ്. അപ്പോൾ രജത ജൂബിലി നടത്തുവാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷന് വെച്ചാണ് ഇന്ന് നമ്മുടെ കഥാനായിക അലീനയെ എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അലീന അവിടെ എല്ലാവർക്കും മൊത്തം ഡാൻസ് കളിച്ച് ആ ഒരു ആഘോഷത്തിൽ ഒരു ഡാൻസ് ഒക്കെ കാഴ്ചവെച്ച് നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഡാൻസ് ഒക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മന്ത്രിമാരും അങ്ങനെ ഒരുപാട് വിശിഷ്ട അതിഥികളും ആ ഒരു ഫംഗ്ഷൻ എത്തി. അങ്ങനെ അവരെ സ്വീകരിക്കാനായിട്ട് ബ്രിജിത്താമ്മയും പിന്നെ അവിടുത്തെ അച്ഛനും അങ്ങനെ ഒരുപാട് പേര് സ്വീകരിച്ചു അകത്തേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ആ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു മന്ത്രി തന്നെ ഈ ഒരു ബ്രിജിത്താമ്മ നടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു സ്നേഹനികേതനം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തെക്കുറിച്ചും 25 വർഷങ്ങൾ ആ അമ്മ നടത്തിവരുന്ന ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. കൂടാതെ തന്നെ ബ്രിജിത്താമ്മ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ബ്രിജിത്താമ്മ ചെയ്യുന്ന അത്രത്തോളം കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് സർക്കാർ 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചെക്കും കാര്യങ്ങളും ഇപ്പോൾ തന്നെ കൈമാറുകയും അങ്ങനെ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് മന്ത്രി തിരികെ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ബ്രിജിത്താമ്മ സംസാരിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് തനിക്ക് അപ്പോൾ ബ്രിജിത്താമ്മ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടെ ഒരു കാർ അപകടത്തിലാണ് തൻ്റെ ഭർത്താവും മക്കളും മരിച്ചുപോയത്. അങ്ങനെ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റപ്പെട്ട് നിന്ന സമയത്ത് ഇനി മരിച്ചു കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മരിച്ചാൽ മതി, തനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, തൻ്റെ കുടുംബം തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് തൻ്റെ മനസ്സിലൊരു ഉൾവിളി വന്നത്. ഞാൻ മരിക്കുന്നത് എന്തിനാണ്? എന്നെ പോലെ ഒരുപാട് അനാഥപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അമ്മയും അച്ഛനും ഒന്നും ഇല്ലാത്ത അവരുമുണ്ട്. അപ്പോൾ അവരെ എടുത്തു വളർത്തി ഇങ്ങനൊരു നികേതനം എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം തുടങ്ങിയാൽ എന്താ എന്ന് ബ്രിജിത്താമ്മ ചിന്തിച്ചു. അവിടെ നിന്നാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ തനിക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിനെയാണ് ഈ ഒരു അനാഥാലയത്തിലേക്ക് താൻ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ബാക്കി 35 പേരും തനിക്കൊപ്പം വന്നത്. അങ്ങനെ ഇതുവരെ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഇല്ലാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ മരുന്ന് ഇല്ലാതെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഓരോ സമയത്തും ഞങ്ങൾക്കിവിടെ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ ദൈവകരങ്ങൾ എന്ന് പറയുന്നത് പോലെ ഓരോരുത്തർ നമുക്ക് വന്ന് ഓരോ സഹായങ്ങൾ ചെയ്തു തരികയും അങ്ങനെ ഈ ഒരു പ്രസ്ഥാനം ഇതുവരെയും ഞാൻ വളർത്തിക്കൊണ്ടുവന്നു എന്ന് ബ്രിജിത്താമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ എല്ലാവരും ബ്രിജിത്താമ്മയുടെ ആ ഒരു സംസാരം കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ അത്രത്തോളം ആ അമ്മയുടെ ഇതുവരെ കടന്നു വന്ന വഴികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ബ്രിജിത്താമ്മ പൊട്ടിക്കരയുന്നത് കണ്ടു. തനിക്ക് ഇത്രയും നാളും തൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്ന സമയത്താണ് പെട്ടെന്ന് ബ്രിജിത്താമ്മയ്ക്ക് തലാർക്കം വന്ന് താഴെ വീഴുന്നത്. എല്ലാവരും ഓടിയെത്തി. ആദ്യം തന്നെ മമ്മി മമ്മി എന്ന് വിളിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്നും ഓടി വരുന്ന അലീനയാണ് എല്ലാവരും കണ്ടത്. എല്ലാവരും ഓടി വന്നു. അലീനയും എല്ലാവരും കൂടി ചേർന്ന് ബ്രിജിത്താമ്മ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് അമ്മ ഓർക്കുന്നത് താൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. പക്ഷേ തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരുടെ മുന്നിൽ പോയി കൈനീട്ടി കൊണ്ടുവരുന്ന പൈസ ഈ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ തനിക്ക് മുടക്കാൻ പറ്റത്തില്ല എന്ന് ബ്രിജിത്താമ്മ പറയുകയും ഇവിടുത്തെ ചികിത്സ വേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർമാരെല്ലാവരും കൂടി പിടിച്ച് നിർത്തിയതാണ്. അങ്ങനെ പുറത്ത് അലീനയും പിന്നെ അവിടുത്തെ വേറൊരു കന്യാസ്ത്രീയും വേറൊരു അലീനയ്ക്കൊപ്പം ഉള്ള വേറൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മുന്നിലേക്ക് ഡോക്ടർ വരികയും എന്നിട്ട് ഇവിടെ ബ്രിജിത്താമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്, അത് ഞങ്ങൾക്ക് ചെയ്യണം. അമ്മ സമ്മതിക്കുന്നില്ല. അപ്പോൾ അലീന പോയി ബ്രിജിത്താമ്മയോട് അലീന മമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മമ്മിയോട് നിർബന്ധിച്ച് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനായിട്ട് മമ്മിയും കൊണ്ടുപോയി. ബ്ലഡ് ടെസ്റ്റും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് എല്ലാവരെയും അലീന പറഞ്ഞു വിട്ടു. കാരണം താൻ മാത്രം ഇവിടെ മതി, ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുക. അവിടെ അനാഥാലയത്തിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാനും എല്ലാവരും മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാവുമെന്ന് പറഞ്ഞു.
അങ്ങനെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പറഞ്ഞു വിട്ട് അലീന മാത്രം ഹോസ്പിറ്റലിൽ നിന്നു. ബ്ലഡിൻ്റെ റിസൾട്ട് എല്ലാം വന്നു. ഡോക്ടറിനെ പോയി കാണാൻ പറഞ്ഞു. അലീന പോയി കണ്ടു. അപ്പോഴാണ് ബ്രിജിത്താമ്മയ്ക്കും ബാധിച്ചിരിക്കുന്ന ആ രോഗത്തെ പറ്റി ഡോക്ടർ പറയുന്നത്. ബ്രിജിത്താമ്മയ്ക്ക് കരൾ സംബന്ധമായ രോഗമാണെന്നും അത് 2ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, ഇനി പാടാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ജീവൻ നഷ്ടമാകും, അപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് അലീന ചോദിച്ചു. ഇനി കരൾ മാറ്റിവെക്കൽ മാത്രമേ നമുക്ക് മുന്നിൽ വഴിയുള്ളൂ, വേറെ ഒന്നിനും നമുക്ക് പറ്റത്തില്ല, കാരണം അത്രത്തോളം സീരിയസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ കരൾ മാറ്റിവെക്കണം എന്നുണ്ടെങ്കിൽ അത്രയും പൈസ വേണം, അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അമ്മയോട് പറയാമോ ഇത്രയും അസുഖമാണ് അല്ലെങ്കിൽ ഇങ്ങനെ സീരിയസ് ആണെന്ന്. എന്നാൽ അലീനയ്ക്ക് ഒരിക്കലും അമ്മയോട് തുറന്നു പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ പൈസ മുടക്കുന്നത്, തനിക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ അമ്മയും കൊണ്ട് തിരികെ അവിടെ ആ ഒരു അനാഥാലയത്തിലേക്ക് തന്നെ തിരികെ പോകാനായിട്ട് അലീന തീരുമാനിക്കുവാണ്. കാരണം അമ്മ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഒരു കാരണവശാലും തനിക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് അമ്മ നിർബന്ധം പിടിക്കുവാണ്. അതുകൊണ്ട് അലീനയും അമ്മയും തിരികെ അനാഥാലയത്തിലോട്ട് പോകാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുവാണ്. അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. എന്നാൽ ഇതിലെന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ അനാഥാലയത്തിലെ ബ്രിജിത്താമ്മ എന്ന് പറയുന്ന ആള് എത്രത്തോളം പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അമ്മ ഇത്രയും പേരെ എങ്ങനെ നോക്കിക്കൊണ്ട് വന്നു, അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നത് എന്ന് ഇന്നത്തെ എപ്പിസോഡോടുകൂടി തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ കണ്ടെത്തുന്ന അലീനയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മാത്രമല്ല ഇനി ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വേദനകളും അലീന അനുഭവിക്കും. ഇനി അതൊക്കെ എന്തൊക്കെയാണെന്നും ഇനി അലീനയുടെ ജീവിതം എന്താണ്, അലീന ആരാണ് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. മറക്കാതെ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു മഴ തോരും മുൻപേ എന്ന് പറയുന്ന പരമ്പര കാണണം. ഇത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.